ഈ നൂറ്റാണ്ടിൽ മോഹമഞ്ഞയിലലിഞ്ഞ് കഫു എടുത്തുയർത്തിയ സിദ്ധാനെ തലകുലിപ്പിച്ച് ഫാബിയോ കന്നവാരയുടെ അസൂറിപ്പട നെഞ്ചോട് ചേർത്ത ഐക്കർ കസിയാസിന്റെ സ്പാനിഷ് അർമാഡകൾ വെട്ടിപ്പിടിച്ച ഫിലിപ്പ് ലാമിന്റെ ജർമ്മൻ പട കൂടെ കൂട്ടിയ ലോകത്തിന്റെ തന്നെ വിപ്ലവം ജയിച്ച ഹ്യൂഗോ ലോറിസിന്റെ ഫ്രഞ്ച് പട നേടിയ ഒടുവിൽ ലിയോണൽ മെസ്സിക്ക് പൂർണ്ണത നൽകി അർജന്റീനയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ആ വിശ്വകപ്പ് ഇനി അതിൽ ആരുടെ മുത്തമായിരിക്കും? ഈ ഭൂലോകം ഒരു തുകൽപന്തായി ചുരുങ്ങുന്ന നാളുകളാണ് ഇനിയുള്ളത്. കാൽപന്തുകളിയുടെ വിശ്വമാമാങ്കത്തിന്റെ കിക്ക് ഓഫിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. 3 രാജ്യങ്ങൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ഏറ്റവും വിശാലമായ ലോകകപ്പിനാണ് മെക്സിക്കോ, അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിലായി പന്തുരുളുക. 39 ദിനരാത്രങ്ങൾക്ക് ശേഷം ജൂലൈ 19 ഫുട്ബോളിന്റെ പുതിയ അമരക്കാരെ അറിയാം. ലിയോണൽ മെസ്സിയുടെ തുടർഭരണമാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പൂർണ്ണതയോ? ലോകത്തിന്റെ സുൽത്താനാകുമോ നെയ്മാർ ജൂനിയർ? മനം കവരാൻ എംബാപ്പയും വിസ്മയിപ്പിക്കാൻ ലമീൻ യമാലും നെയ്ലോൺ വലകളുടെ കണ്ണി പൊട്ടിക്കാൻ ഏർലിംഗ് ഹാലൻഡും തുടങ്ങി 48 ടീമുകളിലായി മോഹപ്പന്തിനെ തഴുകാൻ 1248 താരങ്ങളുണ്ട് ഇത്തവണത്തെ ലോകകപ്പിന്. വോൾക്കാനോയിൽ നിന്ന് ലാവ കണക്കെ ഗോളാവേശം പൊട്ടിയൊഴുകുമ്പോൾ അത് പ്രേക്ഷകരിലെത്തിക്കാൻ 24 സജ്ജമാണ്. ഫിഫ ലോകകപ്പിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ലോകകപ്പ് സ്പെഷ്യൽ ബുള്ളറ്റിൻ ഗോൾക്കാനോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇരുപത്തിമൂന്നാമത് ഫിഫ ലോകകപ്പിന് മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക പോരാട്ടത്തോടെയാണ് ആ ലോകകപ്പ് മാമാങ്കത്തിന് തുടക്കമാവുന്നത്. രാത്രി 12:30 മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹൻ ചേർന്നു. അക്ഷയ്, ഈ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയം ഒരുപാട് ഓർമ്മകൾ ഫുട്ബോൾ ആരാധകർക്ക് നൽകുന്ന ഒരു സ്റ്റേഡിയമാണ്. പെലെ ലോകകപ്പ് ഉയർത്തിയ മൈതാനം, മറഡോണ ലോകകപ്പ് ഉയർത്തിയ മൈതാനം, നൂറ്റാണ്ടിന്റെ ഗോളും ദൈവത്തിന്റെ കൈയെന്ന് വിളിക്കുന്ന ഗോളും ഒക്കെ തുറന്ന ലോകകപ്പ് സ്റ്റേഡിയം. പ്രത്യേകിച്ച് ഇത് ആദ്യമായാണ് ഒരു സ്റ്റേഡിയം 3 തവണ ലോകകപ്പിന്റെ ഓപ്പണിംഗ് മാച്ചിന് വേദിയാവുന്ന എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക ആവേശ പോരാട്ടത്തിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് എപ്പോഴാണ് തുടക്കമാവുക? അതിലെ ആവേശം, ഷക്കീറോയുടെ ദായ് അടക്കമുള്ള കൗതുകങ്ങളുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിശേഷങ്ങൾ? അതിൽ കായിക മാമാങ്കത്തെ വരവേൽക്കാൻ ലോകമാകെ ഒരുങ്ങി കഴിഞ്ഞു. 12:30 ആദ്യ മത്സരം സൂചിപ്പിച്ചതുപോലെ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ആദ്യ ഉദ്ഘാടന മത്സരം 2026 ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം നടക്കും. അതിന് 1.5 മണിക്കൂറും ഇന്ത്യൻ സമയം 11 മണിക്ക് തന്നെ ഇതിൻ്റെ ഈ ലോകകപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡായ് സോങ്ങുമായി ഷക്കീര, ഒപ്പം ഗായകൻ ബെർണബോയ് ഉൾപ്പെടെ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഗാനം ആലപിക്കുക. അതോടൊപ്പം വലിയ താരനിര തന്നെ ഈ വലിയ കായിക മാമാങ്കത്തിന് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് മിഴിവേക്കാനും എത്തുന്നുണ്ട്. അത്തരത്തിൽ മെക്സിക്കോ ആകെ ഒരുങ്ങിക്കഴിഞ്ഞു. 3ാം തവണയാണ് ഇതേ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം നടക്കുന്നത്. ചരിത്ര പ്രസിദ്ധമാണ് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫുട്ബോൾ ഇതിഹാസങ്ങളായ പെലെ, മറഡോണ ഇവർ രണ്ടുപേരും ലോകകപ്പ് ഉയർത്തി അതേ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ വീണ്ടും ഒരു ലോകകപ്പ് എത്തുകയാണ്. 1970 നടന്ന ലോകകപ്പിലാണ് പെലെ ബ്രസീലിന് വേണ്ടി കപ്പ് ഉയർത്തിയത്. അതിനുശേഷം 86 മറഡോണ ദൈവത്തിന്റെ ഗോളും അതോടൊപ്പം എതിരാളികൾ കളിയാക്കുന്ന പോലെ ചെകുത്താന്റെ കൈ ഉൾപ്പെടെ പതിഞ്ഞ അതേ നഗരത്തിൽ വീണ്ടും ഒരു ലോകകപ്പ് വിരുന്നെത്തുന്നു. 48 ടീമുകൾ ആദ്യമായി ലോകകപ്പിൽ അണിനിരക്കുന്ന ഒരു ടൂർണമെന്റ്. അതിന് ലോകമാകെ ഒരുങ്ങിക്കഴിഞ്ഞ് കൃത്യമായ ഒരുക്കങ്ങൾ മെക്സിക്കോയിൽ നടത്തിയിട്ടുണ്ട്. കൃത്യമായ സുരക്ഷാ മുൻഗണനകളൊക്കെ എടുത്തുകൊണ്ട് കൃത്യമായ ഒരുക്കങ്ങൾ പൂർത്തി. ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ലോകം കാത്തിരിക്കുന്ന ആ കിക്ക് ഓഫിലേക്ക്, അതിനു മുമ്പുള്ള ഉദ്ഘാടന ചടങ്ങുകളിലേക്ക്. ലോകമാകെ കാത്തിരിപ്പിലാണ് അനിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.